ബീഹാറിലൂടെയുള്ള സഞ്ചാരമാണിത്. അതിഗംഭീരമായ ഗ്രാമക്കാഴ്ചകളിലൂടെയുള്ള യാത്ര. കരിമ്പനകൾ ഉയർന്നു നിൽക്കുന്ന ആ സ്ഥലങ്ങളെല്ലാം കൃഷിയിടങ്ങളാണ്. ഗോതമ്പും നെല്ലും വിളയുന്ന ഫലഭൂയിഷ്ടമായ പ്രദേശങ്ങൾ. ബോധ്ഗയയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മതിലാണ് വലതുവശത്ത്. ബോധ്ഗയയുടെ പരിസരത്തുകൂടി തന്നെയാണ് ഈ യാത്ര. വലതുവശത്ത് ഈ കാണുന്നതും എയർപോർട്ടിന്റെ മതിൽക്കെട്ടാണ്. വിദേശ ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ട് മാത്രം ഇവിടെയുണ്ടായ ഒരു ഇന്റർനാഷണൽ എയർപോർട്ട്. കല്യാൺ ജുവലറിയുടെ പരസ്യം കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാഡമിയുടെ കവാടമാണിത്. ഗയയിലെ OTA എന്ന പട്ടാള ഓഫീസർമാരെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രം. അത് പിന്നിട്ട് ഞങ്ങൾ ഹൈവേയിലേക്ക് ചെന്ന് കയറി. ഈ ഹൈവേയിലൂടെ പാറ്റ്ന ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. പക്ഷേ നേരെ പാറ്റ്നയ്ക്കല്ല. ഇവിടെ ഒരു ഉൾഗ്രാമത്തിൽ വളരെ പ്രശസ്തനായ ഒരു മനുഷ്യൻ വസിച്ചിരുന്നു. ദശരഥ് മാഞ്ചി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മൗണ്ടൻ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആൾ. സ്വന്തം ജീവിതം മുഴുവൻ സമർപ്പിച്ച് ദുർഘടമായ പർവ്വതനിരയിൽ അദ്ദേഹം ഒരു വഴിയുണ്ടാക്കി. ഒറ്റപ്പെട്ടു കിടന്ന തന്റെ ഗ്രാമത്തിൽ നിന്നും തൊട്ടടുത്ത പട്ടണത്തിലെത്താൻ 55 കിലോമീറ്റർ പോകേണ്ടിയിരുന്നത് 15 കിലോമീറ്ററായി കുറച്ചു. ഒരു ചുറ്റികയും കല്ലുളയും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പണിയായുധങ്ങൾ. മനുഷ്യാധ്വാനത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും എല്ലാം ഇന്ത്യൻ പ്രതീകമാവുകയായിരുന്നു ദശരഥ് മാഞ്ചി. നാട്ടുകാരും കേട്ടറിഞ്ഞവരുമെല്ലാം ഭ്രാന്തരെന്ന് വിളിച്ചപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ പർവ്വതത്തോട് പടവെട്ടുകയായിരുന്നു അദ്ദേഹം. വമ്പൻ പാറക്കെട്ടുകളുള്ള വലിയ പർവ്വതത്തെ ഒരു ചെറിയ ചുറ്റികയും ഉളിയും കൊണ്ട് മാഞ്ചി എന്തു ചെയ്യാൻ എന്നെല്ലാവരും കരുതി. എന്നാൽ അയാൾ തന്റെ ലക്ഷ്യം സാധിച്ചെടുത്തു. അങ്ങനെ ഇന്ത്യയുടെ മൗണ്ടൻ മാനായി. അദ്ദേഹത്തെപ്പറ്റി ഒരു സിനിമ തന്നെ വന്നു. ബീഹാർ ഗവൺമെന്റ് ആ ദരിദ്ര ഗ്രാമീണനെ പത്മശ്രീ ബഹുമതിക്ക് ശുപാർശ ചെയ്തു. ആ മഹാന്റെ ഗ്രാമം കാണാനാണ് പോകുന്നത്. ബോധ്ഗയയിലെ കാഴ്ചകളെല്ലാം കണ്ട് യാത്ര തുടരുമ്പോഴേക്കും ഉച്ച കഴിഞ്ഞിരുന്നു. ഞങ്ങൾക്ക് നല്ല വിശപ്പ് തുടങ്ങി. ഇപ്പോൾ നേരം 3 മണിയായിട്ടുണ്ട്. വീണ്ടും ഫാൽഗു നദിക്കു കുറുകെയുള്ള പാലം കടക്കുകയാണ്. 4 വരിയുള്ള നല്ല ഹൈവേയാണ്. അങ്ങനെ പോകുമ്പോൾ പാതയോരത്തുകൂടി തായ്ലൻഡിന്റെ പതാകയുമായി കുറെ തായ് മനുഷ്യർ ഒരു ജാഥ പോലെ നടന്നു വരുന്നു. ഒരു കൊടിയും പിടിച്ച് മുന്നിലൊരാൾ, പിന്നാലെ നിരവധി ബുദ്ധ സന്യാസിമാർ. ഇവരെല്ലാം തായ്ലൻഡുകാരാണ്. കുറച്ചുപേരെ ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ കാറിൽ നിന്നിറങ്ങി ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലാകുന്നത് 1000-ഓളം ആളുകളുണ്ട്. എല്ലാവരുടെയും പക്കൽ അവരുടെ വസ്ത്രങ്ങളും മറ്റുമടങ്ങിയ സഞ്ചി, പിന്നെ ഭിക്ഷ തേടാനുള്ള പാത്രം. ഇവിടെ തായ്ലൻഡിൽ നിന്നുള്ള ബുദ്ധ സന്യാസിമാർ രാജ്ഗീർ മുതൽ ബോധ്ഗയ വരെ സ്പിരിച്വൽ വാക്കിംഗ് പിൽഗ്രിമേജ് എന്നൊരു പരിപാടി നടത്താറുണ്ട്. ബുദ്ധചരിത്രത്തിലെ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണല്ലോ രാജ്ഗീറും ബോധ്ഗയയും. ശ്രീബുദ്ധൻ ധ്യാനവും ജ്ഞാനമന്ത്രങ്ങളും പരിശീലിച്ച ഇടമാണ് രാജ്ഗീർ. അദ്ദേഹത്തിന് ബോധോദയമുണ്ടായ സ്ഥലമാണ് ബോധ്ഗയ. രാജ്ഗീറിൽ നിന്നും കാൽനടയായി ബോധ്ഗയയിലെത്തി അവിടുത്തെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഇവർക്ക് പ്രാധാന്യമാർന്നൊരു കാര്യമാണ്. ഒരേ തരം ഭിക്ഷാപാത്രമുണ്ട് എല്ലാവരുടെയും പക്കൽ. സന്യാസം സ്വീകരിക്കുന്നതിനൊപ്പം ഇവർക്ക് ലഭിക്കുന്നതാണ് ഈ പാത്രം. അത് എല്ലാവരുടെയും കയ്യിലുണ്ട്. പിന്നെ ഒരു തുണിസഞ്ചി. അതിനകത്ത് 1-2 ജോഡി വസ്ത്രം കാണും. ഇതാണ് ഭിക്ഷയെടുക്കുന്ന പാത്രം. അത് ഭദ്രമായിട്ട് പൊതിഞ്ഞ് ഒരു സഞ്ചിയാക്കി വച്ചിരിക്കുന്നു. ബുദ്ധഭിക്ഷുക്കൾക്ക് എവിടെ പോയാലും ഭിക്ഷാടനം ജീവിതത്തിലെ പ്രധാന കാര്യമാണ്. എപ്പോഴും ഭിക്ഷാപാത്രം കയ്യിലുണ്ടാവും. ഭിക്ഷുക്കളുടെ നിര അവസാനിക്കുന്നതേയില്ല. 10-20 മിനിറ്റ് നേരം ആളുകളിങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. തായ്ലൻഡിൽ നിന്ന് പല വിമാനങ്ങളിൽ വന്നവരായിരിക്കാം ഇവർ. മുൻകൂട്ടി നിശ്ചയിച്ച് കൃത്യമായി കോർഡിനേറ്റ് ചെയ്താണ് ഈ വാക്കിംഗ് പിൽഗ്രിമേജ് നടക്കുന്നത്. സന്യാസിമാർ കഴിഞ്ഞപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച സ്ത്രീകളും പുരുഷന്മാരും. അവരെ കണ്ട് കുറേ നേരം നിന്ന ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. ഹൈവേയിൽ നിന്ന് തിരിഞ്ഞ് ദശരഥ് മാഞ്ചിയുടെ ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. ഉൾനാട്ടിലെ പാതയിലൂടെയുള്ള ഈ യാത്ര അതീവ രസകരമാണ്. നല്ല പാതകൾ, അടുത്ത കാലത്തുണ്ടായ പാതകളാണ്. അതിൻ്റെ 2 വശത്തും കൃഷിയിടങ്ങൾ. തരിശുകിടക്കുന്ന ഭൂമി തീരെയില്ലെന്ന് പറയാം.
ഒന്നുകിൽ കൊയ്ത്ത് കഴിഞ്ഞത്, അല്ലെങ്കിൽ കൊയ്യാൻ പാകമായത്. ധാരാളം വയലുകൾ, നെല്ലും ഗോതമ്പുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ കാണുന്നത് മുഴുവൻ ഗോതമ്പ് വയലുകളാണ്. കരിമ്പനകൾ ഉയർന്നു നിൽക്കുന്നത് നമ്മുടെ ഒരു പാലക്കാടൻ കാർഷിക സംസ്കൃതിയുടെ ഓർമ്മയുണർത്തുന്നു. ബീഹാറിലെ വലിയൊരു വിഭാഗം ജനങ്ങളും ഇപ്പോഴും കാർഷിക വൃത്തിയെ ആശ്രയിക്കുന്നവരാണ്. നമ്മൾ കൃഷിയിൽ നിന്നകന്നെങ്കിലും ഇവർ ഇപ്പോഴും വളരെ സജീവമായി കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നുണ്ട്. ജമീന്ദാരി സിസ്റ്റം വളരെ ശക്തമായി നിലനിന്നിരുന്ന നാടാണ് ബീഹാർ. കൃഷിഭൂമിയിൽ നല്ലൊരു ഭാഗവും ജമീന്ദാർമാരുടെ അധീനതയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സംവിധാനം അപ്രത്യക്ഷമായി കഴിഞ്ഞു. ലോഹ് ജര എന്നൊരു ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഗ്രാമത്തിൽ ഒരു ചെറിയ കുളം, അതിനു ചുറ്റുമായി കുറേ വീടുകൾ, കോൺക്രീറ്റ് ചെയ്ത വീടുകളുമുണ്ട്. അതല്ലാത്ത സാധാരണ വീടുകളുമുണ്ട്. ഞാൻ വണ്ടി നിർത്തി അവിടെ ഒന്നിറങ്ങി. റോഡിന്റെ പുറമ്പോക്കിൽ വരെ വീടുകൾ. വാഹനത്തിന്റെ മുകളിലും ആളുകളുണ്ട്. വഴിയരികിൽ കണ്ട ഒരു വീടിനടുത്തേക്ക് ഞാൻ ചെന്നു. പുല്ലുമേൽക്കൂരയും മണ്ണുകൊണ്ട് മെഴുകിയ ഭിത്തിയും മരവാതിലുമുള്ള ഒരു വീട്. ഇത് പൻവാദേവി, ഇവരുടെ വീടാണ്. ഭർത്താവ് മരിച്ചുപോയി. 3 പേരാണ് ഇപ്പോൾ വീട്ടിൽ താമസിക്കുന്നത്. മകനുണ്ട്, മകന്റെ ഭാര്യയുണ്ട്, പൻവാദേവിയുണ്ട്. 3 പേരും കർഷക തൊഴിലാളികളാണ്. മകൻ കൃഷിപ്പണിയില്ലാത്തപ്പോൾ വേറെ ചില പണിക്കൊക്കെ പോകും. മറ്റുള്ളവരുടെ പാടത്താണ് ഇവർ പണിയെടുക്കുന്നത്. പുറമ്പോക്കിലാണ് വീട്. അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞു. കൊയ്ത്തൊക്കെയുള്ള സമയത്താണ് പൻവാദേവിയും മരുമകളും പാടത്ത് പണിക്ക് പോകുന്നത്. അതില്ലാത്ത സമയത്ത് വേറെ എന്തെങ്കിലും ജോലി അന്വേഷിക്കും. അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു. ഈ വീട് പുറമ്പോക്കിലാണ്. മരത്തിന്റെ വാതിലുകളാണ് വീടിനെ ശക്തമാക്കി നിർത്തുന്നതെന്ന് തോന്നും. മണ്ണുകൊണ്ട് കുഴച്ചു തേച്ച വേറെ വീടുകളും ഇവിടെയുണ്ട്. ഈ വീട് മേഞ്ഞിരിക്കുന്നത് ആസ്ബറ്റോസ് കൊണ്ടാണ്. ഈ ഭിത്തികളേ ഉള്ളൂ. അകത്ത് കാര്യമായി ഒന്നുമില്ല. ഒരു തുണിക്കർട്ടനാണ് വീടിനെ മെയിൻ റോഡുമായി വേർതിരിക്കുന്നത്. ഇവിടെ നിലത്ത് 2-3 പേർ കുത്തിയിരിക്കുന്നുണ്ട്. ഒരു പുരുഷനും പെൺകുട്ടിയും വൃദ്ധയും. ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് അന്വേഷിച്ചു. കിട്ടിയ റേഷനരിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കുകയാണ്. റേഷനരിയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വളരെ ദയനീയതയോടെ ആ സ്ത്രീ എന്റെ മുഖത്തേക്ക് നോക്കി. ഇത് അവരുടെ മകനാണ്. കറുത്ത അരി പെറുക്കിക്കളയുകയാണെന്നാണ് മകൻ വിശദീകരിക്കുന്നത്. ഇതാണ് അവരുടെ വീട്. ഭിത്തിയും നിലവുമൊക്കെ മണ്ണു കുഴച്ച് മെഴുകിയിട്ടിരിക്കുകയാണ്. അകത്ത് അടുപ്പൊക്കെയുണ്ട്. ഇപ്പോഴങ്ങ് മെഴുകി തീർന്നതേയുള്ളൂ. അതുകൊണ്ട് അകത്തേക്ക് കയറിയില്ല. ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങളായുള്ള രീതി ഇവർ ഇപ്പോഴും തുടരുന്നു. മുറ്റത്ത് ഒരു കട്ടിലിൽ എന്തോ ഉണങ്ങാനിട്ടിരിക്കുന്നു. അതെന്താണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. ഇയാളാണ് അത് പരിപ്പാണെന്ന് പറഞ്ഞു തന്നത്. അയാളുടെ കുഞ്ഞാണിത്. സരസ്വതി കുമാരി എന്നാണ് അവളുടെ പേര്. ഇത് അവരുടെ വീടിന്റെ ഒരു ഭാഗമാണ്. അടുക്കളയും ഇവിടെ തന്നെ. അവിടെ കുറെ അലൂമിനിയം പാത്രങ്ങൾ, മണ്ണുകൊണ്ടുള്ള അടുപ്പുകൾ. ദാരിദ്ര്യമുണ്ടെങ്കിലും പൊതുവെ വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. ആദർശ് ഗ്രാമം എന്നാണ് ലോഹ് ജര അറിയപ്പെടുന്നത്. അവിടെ വന്ന 2 ആൺകുട്ടികളോട് വീട് എവിടെയാണെന്ന് ചോദിച്ചു. വീട് ഗ്രാമത്തിന്റെ ഏതു ഭാഗത്താണെന്നാണ് ഞാൻ ചോദിച്ചതെങ്കിലും അവൻ ലോഹ് ജര എന്നാണ് പറയുന്നത്. അവസാനം അവന് കാര്യം മനസ്സിലായി. വലതുവശത്ത് സോനു കുമാർ, അങ്കിത് കുമാർ ആണ് ഇടതുവശത്ത് നിൽക്കുന്നവൻ. 2 പേരും കൂട്ടുകാരാണ്. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു. എവിടെയാണ് സ്കൂൾ എന്ന് ഞാൻ ചോദിച്ചു. സക്കർദാസ് എന്ന് മറുപടി. സക്കർദാസ് മിഡിൽ സ്കൂളിലാണ് ഇവർ പഠിക്കുന്നത്. അത് നവാദയിലാണ്. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ പോകണം. മണ്ണിൽ നിന്ന് അങ്ങ് പുറപ്പെടുകയും ചെയ്തു. കോൺക്രീറ്റിൽ പൂർണ്ണമായി അവസാനിച്ചതുമില്ല എന്ന മട്ടിലാണ് പല വീടുകളും. ഗ്രാമത്തിലെ കുറെ സ്ത്രീകളും കുട്ടികളും ഇറങ്ങി വന്നു. പശു, കോഴി, ആട് എന്നിവയൊക്കെയുണ്ട് വീട്ടുമുറ്റത്ത്. സ്ത്രീകൾ കൈവീശി ഞങ്ങളെ യാത്രയാക്കി. ആ വീട്ടുകാർക്കെല്ലാം ചെറിയ സംഭാവനകൾ നൽകിയതിന്റെ സന്തോഷമാണ്. ഇതെല്ലാം ലോഹ് ജര ഗ്രാമത്തിലെ കാഴ്ചകളാണ്.
ഗയ ജില്ലയിലെ വസീർഗഞ്ച് താലൂക്കിൽ ഉൾപ്പെടുന്ന ഗ്രാമമാണ് ലോഹ് ജര. ആകെ 100 വീടുകളാണ് ഈ ഗ്രാമത്തിലുള്ളത്. 900-ഓളം ആളുകൾ ഇവിടെ വസിക്കുന്നു. പൊതുവെ ദരിദ്രമാണ് ഗ്രാമം. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ചില വീടുകളിൽ ഓട്ടോറിക്ഷയുണ്ട്. വഴിയരികിലെ ടാപ്പിൻ ചുവട്ടിലിരുന്ന് പാത്രം കഴുകുന്നവർ. ഗ്രാമം ഉള്ളിലേക്കും കിടക്കുന്നുണ്ട്. അവിടേക്കുള്ള പാതയൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. റോഡുകളൊക്കെ ഭേദപ്പെട്ട നിലയിലാണെങ്കിലും ഗ്രാമത്തിലെ വീടുകളും ജീവിത സാഹചര്യങ്ങളും വളരെ ദയനീയമാണ്. എല്ലാ ഗ്രാമത്തിലും കറണ്ട് എത്തിയിട്ടുണ്ട്. പല വീടുകളുടെയും മുകളിൽ DTH ആന്റിന കാണാം. മൊബൈൽ സിഗ്നലുമുണ്ട് ഇവിടെയൊക്കെ. യൂട്യൂബൊക്കെ ഇവർ കാണാറുണ്ട്. പിള്ളേരൊക്കെ സോഷ്യൽ മീഡിയ പരിചയമുള്ളവരാണ്. ബൈക്കുണ്ട്. വീടുകളുടെ സ്ഥിതി അത്ര ഗംഭീരമല്ലെന്നേയുള്ളൂ. മിക്കവർക്കും പശുവോ എരുമയോ ഉണ്ട്. പരിസരങ്ങളൊന്നും അത്ര വൃത്തിയുള്ളതല്ല. 3500-ഓളം ആളുകൾ വസിക്കുന്ന ഗ്രാമമാണ് ലോഹ് ജര. അവിടം കടന്നെത്തുന്നത് മഞ്ചൌളി എന്ന ഗ്രാമത്തിലേക്കാണ്. മഞ്ചൌളി ഗ്രാമവും ലോഹ് ജരയിൽ നിന്ന് വ്യത്യസ്തമൊന്നുമല്ല. അതേ രൂപഭാവങ്ങൾ തന്നെ. എന്നാൽ ലോഹ് ജരയേക്കാൾ വലിയ ഗ്രാമമാണിത്. ബീഹാറിലെ മിക്ക ഗ്രാമങ്ങളും ഇങ്ങനെയാണ്. കാഴ്ചയിൽ ഒട്ടും പൊലിമയില്ല. വിദ്യാഭ്യാസമില്ലായ്മയും ലോകവീക്ഷണമില്ലായ്മയും ഒക്കെയാവാം കാരണം. എല്ലാം ഇങ്ങനെയൊക്കെ മതി എന്ന ഒരു ചിന്ത ഈ ഗ്രാമങ്ങളിലെല്ലാം ഉള്ളവർക്കുണ്ടെന്ന് തോന്നും. വൃത്തിയായ പരിസരം വേണമെന്നോ വൃത്തിയുള്ള വീട് വേണമെന്നോ ഒന്നും അവർക്കില്ല. മഴ നനയാതെ കയറിക്കിടക്കുക എന്നിങ്ങനെയുള്ള ബേസിക് ചിന്തകളേയുള്ളൂ. അല്ലാതെ വലിയ സ്വപ്നങ്ങളൊന്നും കാണാൻ ഗ്രാമീണർക്ക് ഇപ്പോഴും കഴിയുന്നില്ല. നാട്ടിലെ ഒരു പലചരക്ക് കടയാണ് ഈ കാണുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് പാക്കറ്റിലാക്കിയ കുറേ സാധനങ്ങളാണ്. ഗ്രാമത്തിലെ LP സ്കൂളാണ് ഈ കാണുന്നത്. എല്ലാ ഗ്രാമത്തിലും ഒരു ചെറിയ LP സ്കൂൾ ഉണ്ടാവും. യാത്രയിലുടനീളം ഗ്രാമത്തിനു പിന്നിൽ ഒരു മല കാണാം. ചില വീടുകളിലും മുറ്റങ്ങളിലുമൊക്കെ ആളുകൾ പുതച്ചുമൂടി കൂനിയിരിക്കുന്നുണ്ട്. ഒരു വശത്ത് മലനിരയാണെങ്കിൽ മറുവശം മുഴുവൻ കൃഷിയിടങ്ങളാണ്. അതിമനോഹരമായി നീണ്ടു പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങൾ. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ വൈക്കോൽ കറ്റയുടെ തുറുകൾ. മലയിലെ പാറക്കെട്ടുകളുടെ സ്വഭാവം ഇതാണ്. വലിയ കല്ലുകൾ അടർന്നു കിടക്കുന്നു. അതൊക്കെ പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. ഒരു ഗ്രാമം കഴിഞ്ഞാൽ പിന്നെ കുറേ ഭാഗം ഇങ്ങനെ വിജനമായ പ്രദേശമായിരിക്കും. ഈ കാണുന്നത് ഇവിടുത്തെ നെല്ല് കുത്തുന്ന ചെറിയൊരു പ്ലാന്റാണ്. മില്ലും ചെറിയ ഗോഡൌണുമെല്ലാമായി സഹകരണ സംഘം പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. ഇത്തരം സ്ഥാപനങ്ങൾ പല ഗ്രാമങ്ങളിലും കാണാം. ഇപ്പോൾ ഞങ്ങൾ നവാദ ഗ്രാമത്തിലെത്തിയിരിക്കുന്നു. ഇവിടെയാണ് നേരത്തെ കണ്ട അങ്കിത് കുമാറും സോനു കുമാറുമൊക്കെ പഠിക്കുന്ന സ്കൂൾ. ഇതാണത്, സക്കർദാസ് മിഡിൽ സ്കൂൾ. ഇതൊക്കെ നവാദ ഗ്രാമത്തിന്റെ കാഴ്ചകളാണ്. എല്ലാ ഗ്രാമത്തിലും ഇങ്ങനെയൊരു തടാകം കാണും. ഒരു ചെറിയ ചിറകെട്ടി വെള്ളം സംഭരിച്ചു നിർത്തുന്ന ഒരു സ്ഥലം. ഒരു ഭാഗത്ത് നീണ്ടുകിടക്കുന്ന മലനിര. ഗഹ്ലോത് ഘട്ട് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇന്നാട്ടുകാർ ഗഹ്ലോർ ഘട്ടി എന്നും വിളിക്കും. ആ മലയുടെ മറുഭാഗത്തുകൂടി ഹൈവേ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ ഗ്രാമങ്ങളിൽ നിന്ന് ആ ഹൈവേയിലേക്ക് എത്തണമെങ്കിൽ മലയെ ചുറ്റി 50 കിലോമീറ്ററിലേറെ പോകണം. അങ്ങനെയാണ് ദശരഥ് മാഞ്ചി എന്ന ഗ്രാമീണൻ ഈ മലയെ വെട്ടിമുറിച്ച് ഒരു പാതയുണ്ടാക്കുന്നത്. കുറച്ചപ്പുറത്തുകൂടി കടന്നു പോകുന്ന ഹൈവേയുമായി ഗ്രാമത്തെ കണക്ട് ചെയ്യുകയായിരുന്നു ലക്ഷ്യം. അതല്ലെങ്കിൽ 55 കിലോമീറ്റർ ചുറ്റിവളഞ്ഞ് പോകണമായിരുന്നു. ആ ദൂരത്തെ മലയെ വെട്ടിമുറിച്ചതിലൂടെ ദശരഥ് മാഞ്ചി 15 കിലോമീറ്ററായി കുറച്ചു. യന്ത്രസഹായമില്ലാതെയുള്ള ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു അത്. അടുത്തതായി ഞങ്ങൾ ഖമറി എന്ന ഗ്രാമത്തിലേക്കെത്തി. ഖമറി ഗ്രാമത്തിലെ ജീവിത കാഴ്ചകളിലും വ്യത്യസ്തത ഒന്നുമില്ല. മരത്തണലിൽ വെറുതെ വെടിവട്ടവുമായി ഇരിക്കുന്നവരെ കാണാം.
മണ്ണ് തേച്ച വീടുകളും കോൺക്രീറ്റ് ചെയ്ത ചുടുകട്ട കൊണ്ട് പണിത വീടുകളുമൊക്കെയുണ്ട്. ഖമറി ഗ്രാമത്തിൽ വണ്ടി നിർത്തി ഒന്നിറങ്ങി. പഴയ ഒരു കെട്ടിടത്തിൽ കുറെ ചെറുപ്പക്കാർ കൂടിയിരിക്കുന്നു. ഇവർ മൊബൈൽ ഫോണിന്റെ എന്തോ ടെക്നോളജി ചർച്ച ചെയ്യുകയാണ്. 5-6 ചെറുപ്പക്കാരുണ്ട്. ചെറുപ്പക്കാരുടെ ചെറിയൊരു സമ്മേളന സ്ഥലമാണിതെന്ന് തോന്നി. ഇതാണ് അവരുടെ ഒത്തുകൂടൽ സ്ഥലം. പണ്ടൊരു വീടോ മറ്റോ ആയിരുന്നിരിക്കണം. ഇവൻ അത്യാവശ്യം നന്നായി ഹിന്ദി സംസാരിക്കുന്നുണ്ട്. എന്നെ കണ്ടതോടെ ഇവർ ചെയ്തുകൊണ്ടിരുന്ന പണി എന്താണെങ്കിലും അത് നിർത്തിവെച്ചു. നിന്റെ വീട് എവിടെയാണെന്ന് ഞാൻ ചോദിച്ചു. അവൻ വീട് കാണിച്ചു തന്നു. അവന്റെ വീടൊന്ന് കാണട്ടെ എന്ന് ചോദിച്ചു. കൂട്ടുകാരന്റെ വീട് കാണാമെന്നായി അവൻ. ഇതാണ് കൂട്ടുകാരന്റെ വീട്. ഇവരുടെ വീട് ഇങ്ങനെയാണ്. ചിലതിന് ഒരു നടുമുറ്റമൊക്കെ ഉണ്ടാവും. പ്രത്യേകതരം ഓടുകൊണ്ട് മേഞ്ഞ വീട്. ഉത്തരമൊക്കെ പലയിടത്തും ഒടിഞ്ഞിട്ടുണ്ട്. ഞാൻ വീട് ഷൂട്ട് ചെയ്യാൻ ചെന്നപ്പോൾ അടുത്ത വീടിന്റെ തിണ്ണയിലിരിക്കുന്നവരെല്ലാം കൂടി വന്നു. ഈ സ്ത്രീയാണ് കൂട്ടുകാരന്റെ വീട്ടിലെ പ്രധാനി. ഇതും വീട്ടുകാരൻ തന്നെ. ആ സ്ത്രീയുടെ മകനാണ്. ഞാൻ അനുവാദം ചോദിച്ചു. അവൻ അകത്ത് കയറി കണ്ടോളാൻ പറഞ്ഞു. അകത്തേക്ക് കയറി ചെന്നു. മൺവീടാണ്. അകത്ത് ഒറ്റച്ചക്രമുള്ള ഒരു സൈക്കിൾ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്നു. ആരുടെയെങ്കിലും ഓർമ്മയ്ക്കായിട്ടായിരിക്കണം. ഒരു ഭാഗത്ത് സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു തട്ട്. അകത്ത് 2-3 പെൺകുട്ടികളെ കണ്ടതുകൊണ്ട് ഞാൻ അവിടേക്ക് കയറേണ്ട എന്ന് തീരുമാനിച്ചു. അവരുടെ പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറുന്നത് ശരിയല്ലല്ലോ. അപ്പോഴേക്കും 2-3 സ്ത്രീകൾ വന്നു. ഞാൻ വിശേഷങ്ങൾ ചോദിച്ചു. എങ്ങനെയാണ് ജീവിതമെന്നും മറ്റും. ഇവന്റെ പേര് ചോദിച്ചപ്പോൾ ചോട്ടു എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഇവർക്ക് കുറച്ച് പാടമുണ്ട്. ആ പാടത്ത് ഇവർ ജോലി ചെയ്യുന്നു. ഭർത്താവ് കർഷകരുടെ എന്തോ മീറ്റിങ്ങിന് പോയിരിക്കുകയാണ്. ഇവനും ഈ വീട്ടിലെ ആളാണ്. നേരത്തെ റോഡരികിൽ വെച്ച് പരിചയപ്പെട്ട ചെറുപ്പക്കാരന്റെ കൂട്ടുകാരൻ. അവൻ പഠിക്കുന്നുണ്ട്. ഗയയിലെ ITIയിൽ പഠിക്കുകയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. ഈ നേരം കൊണ്ട് ഇവർ യൂട്യൂബിൽ സഫാരി കണ്ടിരിക്കുന്നു. എന്നിട്ട് എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ ഫോട്ടോയ്ക്ക് നിന്നു. അത് എൻ്റെ ക്യാമറയിലും പകർത്തി. ചെറുപ്പക്കാരൊക്കെ ഹാപ്പിയായി. വീടിൻ്റെ തിണ്ണയിൽ ഇങ്ങനെയാണ് കാഴ്ച. കഥയും വെടിവെട്ടവുമൊക്കെയായി അയൽവീട്ടിലെ പെണ്ണുങ്ങളും ഒരു വീട്ടിൽ തന്നെയുള്ള അമ്മായിയമ്മയും മരുമകളും കൊച്ചുമക്കളുമെല്ലാം കൂടി ഇങ്ങനെയിരിക്കും. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പല ദിവസങ്ങളിലും ഇവർക്ക് തൊഴിലില്ല എന്നത് ഒരു പ്രശ്നം തന്നെയാണ്. വീടിൻ്റെ രൂപം ഇതാണ്. മണ്ണുകൊണ്ട് മെഴുകിയ വീട്. പലർക്കും തങ്ങളുടെ വീടിനകം കാണിക്കാൻ താല്പര്യമില്ല. ഞാൻ ഇടിച്ചു കയറാൻ പോയതുമില്ല. പശുവും അതിന് വെള്ളം കൊടുക്കാനുള്ള പാത്രവുമാണ് പുറത്ത് പ്രധാനമായുള്ളത്. എല്ലാ വീടും ഇങ്ങനെ ചേർന്നാണ്. മണ്ണുമെഴുകിയ വീടുകൾ. മണ്ണുകൊണ്ട് പണിയുന്നതിൻ്റെ ഒരു ഗുണം ചൂടുകാലത്ത് അതിനുള്ളിൽ താമസിക്കാൻ വളരെ സുഖമാണെന്നതാണ്. പുല്ലുമേഞ്ഞ മേൽക്കൂരയാണെങ്കിൽ കുറച്ചുകൂടി തണുപ്പുണ്ടാവും. ഇതാണ് ഗ്രാമത്തിലെ ഒരു പീടിക. അവിടെ ധാന്യങ്ങളും നിത്യോപയോഗ സാധനങ്ങളും വീട്ടുപകരണങ്ങളുമൊക്കെ കിട്ടും. ഒരു ഭാഗത്ത് ഒരു സ്ത്രീയും 2 കുട്ടികളും കൂടിയിരുന്ന് ചാണകവർലി ഉണ്ടാക്കുകയാണ്. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ പിള്ളേർക്ക് അതൊരു നാണക്കേടായിപ്പോയി. നിങ്ങൾ പണി ചെയ്തോളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. അവർക്ക് നാണം. പിള്ളേരുടെ അമ്മ എങ്ങനെയാണ് ചാണകവർലി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരികയാണ്. ഈ ഗ്രാമത്തിലെല്ലാം ഇത് നിർബന്ധമാണ്. വീട്ടിൽ തീ പുകയണമെങ്കിൽ ചാണകവർലി വേണം. സ്ത്രീകൾ ഒഴിവു സമയം കിട്ടുമ്പോഴെല്ലാം ഇങ്ങനെ ചാണകവർലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീകൾക്ക് വിശ്രമിക്കാൻ നേരമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പണി കാണും. ഇത് ഉമ്മിയാണ്. ഉമ്മി ആദ്യം നിലത്ത് വിതറും. അതിനു മുകളിലിട്ടാണ് ചാണകവർലി ഉണ്ടാക്കുക. അപ്പോൾ ഒരു സൈഡ് മുഴുവൻ ഉമ്മി നന്നായി പിടിക്കും. നിലത്ത് നിന്ന് എളുപ്പത്തിൽ അടർത്തിയെടുക്കാനും പറ്റും. വൈക്കോൽ കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ ഗ്രാമത്തിൽ കൂടി കുറേ നടന്നു. പശുക്കളില്ലാത്ത വീടുകളില്ല. പിന്നെ ആടുകളും. വണ്ടിയിൽ കയറി യാത്ര തുടരുമ്പോൾ 4 കെട്ട് പോലുള്ള പല പല വീടുകൾ കാണാം. ചുറ്റോടു ചുറ്റും കെട്ടിടം. നടുക്ക് ഒരു മുറ്റം. അതാണ് 4 കെട്ട് പോലത്തെ വീടുകളെന്ന് പറഞ്ഞത്.
വീണ്ടും നമ്മൾ ഗഹ്ലോർഘട്ട് മലനിരകളുടെ ചുവട്ടിലൂടെ യാത്ര തുടരുകയാണ്. വരണ്ട ഭൂപ്രദേശമാണ്. മഴയെ ആശ്രയിച്ചാണ് ഇവിടുത്തെ കൃഷികൾ. വൈദ്യുതി ഉണ്ടെങ്കിലും ഗ്രാമങ്ങളിൽ ഗ്യാസ് എത്തിയിട്ടില്ല. ഇപ്പോഴും വീടുകളിൽ പാചകത്തിനുള്ള ഇന്ധനമായി ചാണകവർലിയാണ് ഉപയോഗിക്കുന്നത്. ചില ഭാഗങ്ങളിൽ ജലസേചനത്തിനുള്ള ചില സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. നെല്ല്, ഗോതമ്പ് കൃഷിക്കാണ് പ്രധാനമായും ആ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത്. ഞങ്ങൾ ദശരഥ് മാഞ്ചിയുടെ ഗ്രാമത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന പാടങ്ങൾ. കർജനി എന്ന ഗ്രാമമാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. നേരത്തെ പിന്നിട്ട ഗ്രാമങ്ങളിൽ നിന്നും കർജനിക്കും ഒരു വ്യത്യാസവുമില്ല. പിന്നിൽ മലനിരകൾ, മറുഭാഗത്ത് വയലുകൾ. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഭാഗത്താണ് പാതയും ഗ്രാമവും. കാഴ്ചകളിൽ ഒരു വ്യത്യാസവുമില്ലാത്ത ആ ഗ്രാമങ്ങളിലൂടെ സഞ്ചാരം തുടർന്നു.